യെസ്, PDF കാണുന്നുണ്ടല്ലോ. ഓക്കെ, സൗണ്ടും ക്ലിയർ ആണ്. നിങ്ങൾക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നലെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നു. മെനി പീപ്പിൾ ആർ റിയലി എക്സൈറ്റഡ്. ഈ പ്രിലിംസ് വന്നതോടുകൂടി തന്നെ നമുക്ക് 3 രീതിയിലായിട്ട് ഉദ്യോഗാർത്ഥികളെ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇതിൽ ഏതിലാണ് നിങ്ങൾ പെടുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എനിക്കൊന്ന് അറിയാലോ എങ്ങനെയാന്നുള്ളത്. സോ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു 3. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എക്സാം, പ്രിലിംസിന്റെ എക്സാം കഴിഞ്ഞ ഉടനെ ഒരു വീക്കൊക്കെ റെസ്റ്റ് എടുത്ത് അറിയാം എന്തായാലും ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്യും, മെയിൻസ് പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവർ. ഇത് സെൽഫായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരും ഉണ്ടാവും. അതേപോലെ തന്നെ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ, നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ ജോയിൻ ചെയ്തവരും ഉണ്ടാവും. ഫസ്റ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറി. ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് ഇങ്ങനെ. സെക്കൻഡ് ടൈപ്പ് ഓഫ് കാറ്റഗറി, ബോർഡറിലായിരുന്നു, പക്ഷെ എന്നാലും മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ടഡ്. ഇവരെ പോലെയല്ല, ഇവർ ഓൾറെഡി ഫുൾ ഫ്ലെഡ്ജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെന്താണ്, ഓക്കെ ക്ലിയർ ആവും, ഞാൻ ബോർഡറിലാണുള്ളത്, 50 മാർക്സ്, 47 മാർക്സ്, 48 മാർക്സ്, ഞാൻ ക്ലിയർ ആവും. അങ്ങനെ 2 മനസ്സുകൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർ. ഇതും അതേപോലെ തന്നെ സെൽഫായിട്ടായിരിക്കും. ഇവിടെ മിക്ക ഉദ്യോഗാർത്ഥികളും സെൽഫായിട്ടായിരിക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. വളരെ കുറച്ച് പേര് മാത്രമേ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ഇത് ക്ലിയർ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ദർ ഇസ് എ പോസിബിലിറ്റി, ബോർഡറിലാണുള്ളത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഉദ്യോഗാർത്ഥികൾ, എനിക്ക് തോന്നുന്നു ഇതിലായിരിക്കും നിലവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാവുക. ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ല എന്ത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഒരു രീതിയിലും വിചാരിച്ചിട്ടില്ല പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നുള്ളത്. ഇന്നലെ റിസൾട്ട് വന്ന് നോക്കുമ്പോഴെന്താ ക്ലിയർ ആയി. ഓക്കെ, ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല, പക്ഷെ ക്ലിയർ ആയി. ഇതുവരെ ഒരു രീതിയിലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പ്രിലിംസ് എക്സാം കഴിഞ്ഞതോടുകൂടി ആ ബുക്ക് അവിടെ വെച്ചു, അല്ല അടുത്ത വർഷത്തെ പ്രിലിംസിന് ഫോക്കസ് ചെയ്യാം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ കുറച്ച് മാസങ്ങൾ കഴിയട്ടെ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിൽ പോയിട്ടുള്ളവരാവാം, മറ്റെന്തെങ്കിലും ജോലിയിലേക്ക് പോയവരാവാം. ഒരുപാട് റീസൺസ് ഉണ്ടാവും അല്ലെ, മറ്റെന്തെങ്കിലും പ്രൈവറ്റ് ജോലി, വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് പോയവർ. പക്ഷെ എന്താണ്, അൺഫോർച്ചുനേറ്റ്ലി ദേ ക്ലിയർഡ് പ്രിലിംസ്. അപ്പൊ ഇതിൽ 3 ടൈപ്പ് ഓഫ് ഉദ്യോഗാർത്ഥികളുണ്ട്. ഇതിൽ ഏതിലാണ് നിങ്ങൾ പെടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ആക്കിത്താ. ഫസ്റ്റോ സെക്കൻഡോ തേർഡോ? ഹലോ, ഓക്കെ, കറണ്ട് പോയതാണ് കേട്ടോ. സോ വൺസ് അഗൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് റെക്കോർഡിങ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടെ. യെസ്, സോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ റിസൾട്ട് വന്നു. സോ റിസൾട്ട് വന്നതോടുകൂടി തന്നെ വെരി പീപ്പിൾ ആർ 3 രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. ഓക്കെ, തേർഡ് എന്നുണ്ടും ഫസ്റ്റ് എന്നുണ്ട്, തേർഡ് എന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേര് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓഫ് ലെവൽ അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കാറ്റഗറി ഞാൻ പറഞ്ഞു, ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. സെൽഫായിട്ടാണെങ്കിലും കോച്ചിങ്ങിലാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോവാം.
നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുക. ഒരു രീതിയിലും ചേഞ്ചസ് വരുത്തേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഇനി ബോർഡറിലുള്ളവര് ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നില്ല. സെൽഫായിട്ടായിരുന്നു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്. നിങ്ങളും ഒരേ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ല ഇന്നത്തെ റെക്കോർഡിങ്സ്. ഇന്നത്തെ ഈ ഒരു ലൈവ് എന്ന് പറയുന്നത് സെക്കൻഡും തേർഡും ടൈപ്പ് ഓഫ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. സോ ഇതാണ് നമ്മുടെ ഒരു ബ്രോഡ് കാറ്റഗറി അല്ലെ. അതായത് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് റിസൾട്ട് വന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല, റിസൾട്ട് വന്നപ്പോൾ പേര് അതിലുണ്ട്. ഇനിയുള്ള ദിവസം 2 മാസം എക്സാക്ട്ലി നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനുണ്ട്. ഇതിനു മുമ്പേ ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ പറയുന്നത്, ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പേര് സബ് ഇൻസ്പെക്ടറിന്റെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും എക്സാം ഒരുമിച്ച് നോക്കാൻ പറ്റുമോ, ഒരേ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ SI മെയിൻസിന് ഫോക്കസ് ചെയ്യുക, ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന് ഫോക്കസ് ചെയ്യുക. ഇതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കറിയാം സബ് ഇൻസ്പെക്ടറുടെ എക്സാം അടുത്ത മാസം 30-ാം തീയതിയാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇനി 2 മാസമുണ്ട്. അതായത് എക്സാക്ട്ലി 1 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾ സബ് ഇൻസ്പെക്ടറിന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഇനിയുള്ള 1 മാസം എന്ത് ചെയ്യുക, SIക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, 2 ലിസ്റ്റിൽ വന്നവർക്കുമായിരിക്കും ഒരു സംശയം ഉണ്ടാവുക, എന്തിനു പഠിക്കണം ഏതിന് പഠിക്കണം എന്നുള്ളത്. ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒന്നിന് ഫോക്കസ് ചെയ്ത് ആ ഒന്നിൽ ജോലി നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. 2ന്റെയും പുറകെ പോയി 2ഉം കിട്ടാത്ത ഒരവസ്ഥ വരാൻ പാടില്ല. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെ, 2ന്റെയും 3ന്റെയും ഒക്കെ പുറകെ പോയിട്ട് ഒന്നിലും ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവും. ശരിയാണ്, പണ്ടൊക്കെ ആണെങ്കിൽ ഒരു 5-10 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ലിസ്റ്റിൽ വന്നവർ തന്നെയാണ് വീണ്ടും 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 അതേ സെയിം ലിസ്റ്റിൽ തന്നെ വരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ് അല്ലെ, PSCയുടെ ഒരു സ്ട്രക്ചർ തന്നെ മാറി. പണ്ട് കാലങ്ങളിൽ ശരിയാണ്, സിലബസ് ഒക്കെ സെയിം ആണ്, ഈ പറഞ്ഞ പോലെ തന്നെ പഠിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 45 മാർക്ക് ഇവിടെ ഏലിയൻ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഈ 45 മാർക്കിൽ എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരായിരിക്കും, അവരായിരിക്കും ടോപ്പ് 50-ലും ടോപ്പ് 100-ലൊക്കെ വരിക കേസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കൺക്ലൂഷൻ. ഒന്നുകിൽ SI മെയിൻസ് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്യുക. എനിക്കറിയാം ഈ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്, 2ഉം ക്ലിയർ ചെയ്തവരാണെങ്കിൽ. പക്ഷേ അതായിരിക്കും നല്ലത്. വേക്കൻസിയും കാര്യങ്ങളും അഡ്വൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഏതിന്റെങ്കിലും ഒന്നിന്റെ പിറകെ പോകുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാം മാത്രമേ എഴുതുക, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പോയി എക്സാം എഴുതുക, ഓക്കെ, 2 എക്സാമും എഴുതുക, പക്ഷെ ഏതെങ്കിലും ഒന്നിന് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ടോപ്പ് റാങ്കുകളിൽ എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഒരു എക്സാം ഒരു സിലബസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമുക്ക് 2 മാസമുണ്ട്. ഈ 2 മാസത്തിൽ നമുക്കറിയാം ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കുറെ മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, പേപ്പർ 2ന്റെ പുറകെ ഓടും അല്ലെ. തുടങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾ ഓട്ടം തുടങ്ങിയിട്ടുണ്ടാവും, പേപ്പർ 2ന്റെ പുറകെ ഓടും. പേപ്പർ 2ന്റെ പുറകെ ഓടിയിട്ട് രാവിലെ മുതൽ രാത്രി വരെ പേപ്പർ 2ന്റെ മൊഡ്യൂൾ 3ഉം മൊഡ്യൂൾ 5ഉം എക്കണോമിക്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണല്ലോ, ഇതെന്തായത് സിൻസ് ദ ഫോർമേഷൻ ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പുറകെ പോകും. ഇവിടെ എന്താണ്, യു ആർ നെഗ്ലിറ്റിംഗ് പേപ്പർ 1. പേപ്പർ 1 നിങ്ങൾ കംപ്ലീറ്റ്ലി നെഗ്ലിറ്റ് ചെയ്യുകയാണ്. അറിയാം 100 മാർക്ക് എവിടെയും 100 മാർക്ക് എവിടെയും, ഇത് രണ്ടും കൂടിയിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക. ഓൾറെഡി പ്രിലിംസിന് നല്ല മാർക്ക് സ്കോർ ചെയ്ത് 50-നും 60-നും മുകളിലൊക്കെ സ്കോർ ചെയ്തവർക്ക് അവർ പേപ്പർ 1 ഓൾറെഡി സെറ്റ് ആണ്. അല്ല, ഞാൻ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഉദ്യോഗാർത്ഥികൾ ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ മുകളിൽ പറഞ്ഞത്, ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഉദ്യോഗാർത്ഥികൾ. ഇവർ ഓൾറെഡി അല്ലെ 55-ഉം 60-ഉം ഒക്കെ വാങ്ങി ഉറപ്പാണ്. ഇവർക്ക് ഓൾറെഡി പേപ്പർ 1ഉം ഇവരുടെ ഓൾമോസ്റ്റ് സെറ്റ് ആണ്. അറൌണ്ട് 80% ഓഫ് ദ സിലബസ് ഇവർ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു പ്രിലിംസിന് വേണ്ടിയിട്ട്. ഇനി ആകെ എക്സ്ട്രാ ഉള്ളത് ലൈഫ് സയൻസും കെമിസ്ട്രിയും ഫിസിക്സും മാത്രമാണ്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി മാത്രമാണ്, ബാക്കിയെല്ലാം ഇവർക്ക് റിവിഷൻ മാത്രം ചെയ്താൽ മതി. പക്ഷെ നിങ്ങളുടെ കേസ് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഏതോ എങ്ങനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ക്ലിയർ ആയി. പ്രിലിംസ് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ
എന്താണ് ഒരു ഷുവറിറ്റി ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പേപ്പർ 1 കൂടി ഫോക്കസ് ചെയ്യണം. പേപ്പർ 2 പുറകെ പോയി പേപ്പർ 1 മാർക്ക് നല്ല രീതിയിൽ കുറഞ്ഞാൽ കോമ്പറ്റീഷനിൽ നിന്ന് ഔട്ടായി. ഈ മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യരുത്. ഫസ്റ്റ് മിസ്റ്റേക്ക്. പേപ്പർ 2 പുറകെ പോയി പേപ്പർ 1 നെഗ്ലിക്ട് ചെയ്തു. അവസാനം എന്താണ്? അല്ലെ, കട്ട് ഓഫും കിട്ടൂല, ഈ പറഞ്ഞ പോലെ ലിസ്റ്റിലും വരില്ല. പേപ്പർ 1 കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സ് പേപ്പർ 2 കൊടുക്കണം. അല്ലെങ്കിൽ പേപ്പർ 2 എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതിനനുസരിച്ച് പേപ്പർ 1 ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫസ്റ്റ് തിങ്, റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ 2 ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത്രേ ഉള്ളൂ. ചുരുക്കി പറയുന്നത് അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പേപ്പർ 2 പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ല, അല്ലെ. മൊഡ്യൂൾ 3 എടുത്തു, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, കംപ്ലീറ്റ് ആക്കുന്നില്ല. പിന്നെ മൊഡ്യൂൾ 1 പോയി, അല്ലെ മൊഡ്യൂൾ 9 പോയി. ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്നില്ല. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ സ്ട്രക്ചർ കീപ്പ് ചെയ്യണം. ടൈം ടേബിൾ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ടൈം ടേബിൾ പ്രിപ്പറേഷൻ സ്ട്രക്ചർഡ് ആക്കി മാറ്റണം. കറക്റ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ, 2 മാസം കൊണ്ട് എക്സാക്ട്ലി 60 days, ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് കവർ ചെയ്യും, ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് കവർ ചെയ്യും. മാർക്ക് നോക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾ ഏതാണെന്ന് നോക്കുക. മൊഡ്യൂൾ 3 and 4 സിമ്പിൾ ആണ്, അല്ലെ. 20 മാർക്ക് എവിടെ നിന്ന് കിട്ടും? 12 + 8 ഐ തിങ്ക്. സോ 20 മാർക്സ് നിങ്ങൾക്ക് പൊളിറ്റിയിൽ നിന്ന് കിട്ടും. എന്ത് ചെയ്യുക? അല്ല, കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് 20 മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിലബസ് ബേസ് ചെയ്തിട്ട് ഒന്ന് സ്ട്രക്ചർഡ് ആക്കി എടുക്കുക. ഇനി ഒരു നിങ്ങളുടെ ദിവസം എങ്ങനെയാണെന്ന് വിചാരിക്കുക. ഡേ, യു ഹാവ് ടു ഡിവൈഡ് യുവർ ഡേ ഇൻടു 3 slots. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരികയാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെയും നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതായത് നിങ്ങളിപ്പോ കുറച്ച് പേരുണ്ടാവും പേപ്പർ 1 ഭയങ്കര കോൺഫിഡൻസ് ഉള്ളവര്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേപ്പർ 1 ഐ എം ഓക്കെ, എനിക്കറിയാം ഇത്ര മാർക്കൊക്കെ എനിക്ക് കിട്ടും, പേപ്പർ 1 ഞാൻ കോൺഫിഡന്റ് ആണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? പേപ്പർ 2 കുറച്ചുകൂടി ടൈം കൊടുക്കുക. പക്ഷെ ഞാൻ ഇവിടെ ഐഡിയലി പറയാണ്, പേപ്പർ 1 പേപ്പർ 2 നിങ്ങൾ ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ ഒരു ദിവസം ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്ലോട്ട് 1, സ്ലോട്ട് 2, സ്ലോട്ട് 3. ഫസ്റ്റ് സ്ലോട്ടിൽ എന്ത് ചെയ്യണം? മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, പേപ്പർ 1. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 41 മാർക്ക് എങ്ങാനും ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സിലുണ്ട്. ഇത് പഠിക്കാതെ നിങ്ങൾ ചുമ്മാ പേപ്പർ 2 പുറകെ ഒന്നും പോയിട്ടൊന്നും കാര്യമില്ല. കറക്റ്റ് മനസ്സിലാക്കും. ഓക്കെ, നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടാവാം? പേപ്പർ 2 സിലബസ് നോക്കിയിട്ടുണ്ടാവാം, മെറ്റീരിയൽസ് കുറെ എടുത്തു വെച്ചിട്ടുണ്ടാവാം. ഇനി പേപ്പർ 2 മാത്രം നോക്കാന്നൊക്കെയുള്ള ചിന്തയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അങ്ങനെ പാടില്ല. മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ 40+ മാർക്സ്, 41 മാർക്ക് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എസ്എക്ക് വേണ്ട 30 പ്ലാൻസ് നോക്കാം. സോ ഇവിടെ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. ഒരു 2 hours ഡെയിലി ഇവിടെ സ്പെൻഡ് ചെയ്യണം. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. പല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് PYQ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്താണ് PYQ ടെക്നിക്ക്? ഓൾറെഡി ബാച്ചിലർ സ്റ്റുഡൻസിനൊക്കെ അറിയാം. ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ PYQ ബേസ്ഡ് ആയിരിക്കണം. ഒരു 10 ഇംഗ്ലീഷ്, ഇന്നിപ്പോ വെനസ്ഡേ, 10 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. PYQ എടുക്കുക, 10 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഒരു ടോപ്പിക്ക് പഠിക്കുക. ക്വസ്റ്റ്യൻ ടാഗ് നമുക്കറിയാം. ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ച 1 മാർക്ക് ഉറപ്പാണ്. ആക്റ്റീവ് പാസീവ് വോയിസ് 1 മാർക്ക് ഉറപ്പാണ്. അല്ല, റിപ്പോർട്ടഡ് സ്പീച്ച് 1 മാർക്ക് ഉറപ്പാണ്. ഈഫ് ക്ലോസ് 1 മാർക്ക് ഉറപ്പാണ്. ഇങ്ങനെ ഓരോരോ ടോപ്പിക്ക് പഠിച്ചു പോകുക. PYQ തന്നെ ചെയ്യണം. ഇതേ രീതിയിൽ തന്നെ മലയാളവും മാത്സും പ്രാക്ടീസ് ചെയ്ത് തരിക. എപ്പോഴും മിക്സഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, മിക്സഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് റിയൽ എക്സാമിന് മിക്സഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം ഒരു 10 ക്വസ്റ്റ്യൻ അല്ല നിങ്ങളെടുത്ത് ചോദിക്കുക.
അപ്പൊ മിക്സഡ് ആയിട്ട് ദിവസം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിനാണ് PYQ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. PYQ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് മാത്രം. സെക്കൻഡ് സ്ലോട്ട് പേപ്പർ 1 സബ്ജക്റ്റുകൾക്ക് കൊടുക്കണം. ഇവിടെ നിങ്ങൾ യു ക്യാൻ റെഡ്യൂസ് യുവർ ടൈം. നിങ്ങളുടെ ഒരു ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ടൈം റെഡ്യൂസും ചെയ്യാം, കൂട്ടുകയും ചെയ്യാം. ഞാനിവിടെ മിനിമം 2 hours എങ്കിലും പഠിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പേപ്പർ 1 എന്ത് ചെയ്യുക, അതേപോലെ തന്നെ ഒരു 2 hours ഇവിടെ സ്പെൻഡ് ചെയ്യുക. ഇവിടെയും നിങ്ങൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ല. കുറെ പേര് എന്ത് ചെയ്യും, ലൈഫ് സയൻസിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെ ഒക്കെ പുറകെ എങ്ങനെ ഓടും. ബാക്കിയുള്ള ടോപ്പിക്കുകൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഓൾറെഡി പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പൊടിമുട്ടി എടുത്തു കഴിഞ്ഞാൽ അല്ല, എത്ര മാർക്ക്, അറൌണ്ട് 25+ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാം. ലൈഫ് സയൻസും ഫിസിക്സും കെമിസ്ട്രി ഒന്നും പഠിക്കണ്ട എന്നല്ല, പക്ഷെ എന്ത് ചെയ്യുക, ഫിസിക്സിന് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക കേട്ടോ. ഫിസിക്സിന് ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. കെമിസ്ട്രിയും പഠിച്ചതിന് ശേഷം മാത്രം ഫിസിക്സ് പഠിച്ചാൽ മതി. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ +1, +2 NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി, സോറി, ദിസ് സയൻസ് എന്ന്, എസ്പെഷ്യലി ദിസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. മൂന്നാമത്തെ സ്ലോട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് പേപ്പർ 2 സ്പെഷ്യൽ ടോപ്പിക്കുകൾക്കാണ്. മിനിമം സ്പെൻഡ് 3 hours ഹിയർ. ഓക്കെ, അപ്പൊ ദിവസം നിങ്ങൾ ഇനിയുള്ള ഒരു മിനിറ്റ് കണ്ടിന്യൂസ് മെസ്സേജ്, ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണം, മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ പഠിക്കണം. എസ്പെഷ്യലി റിസൾട്ട് വന്ന് ഇന്നലെ ഞെട്ടിയവര്. ഓക്കെ, കാരണം എന്താ, ബിക്കോസ് ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ കുറച്ചുകൂടി എഫേർട്ട് ഇടണം. അവർ ഓൾറെഡി എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലേ അവരെപ്പോ എത്തുള്ളൂ. ഇപ്പൊ മിനിമം 5 മണിക്കൂർ 6 മണിക്കൂർ നമ്മൾ ഡെയിലി പഠിക്കണം. ഈ രീതിയിൽ തന്നെ സ്ലോട്ട് 1 രാവിലെ വേക്കപ്പ് ചെയ്ത പാട് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, സ്ലോട്ട് 2 നിങ്ങൾക്ക് പേപ്പർ 2 പഠിക്കാം. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ഇടാം. ഓക്കെ, നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ, ഫുൾ ടൈം പ്രിപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ടൈം കൊടുക്കുക. ഇനി ഡേ 1 മുതലൊന്നും, പിന്നെ ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഡേ 1 മുതലൊന്നും നിങ്ങൾ ഈ 7 മണിക്കൂർ 8 മണിക്കൂർ ടാർഗറ്റ് ഒന്നും സെറ്റ് ചെയ്യരുത്. അതൊക്കെ വലിയ മിസ്റ്റേക്ക് ആണ്. എന്ത് ചെയ്യുക, ഇന്ന് പറ്റുമെങ്കിൽ ഒരു 2 മണിക്കൂർ പഠിക്കുക മതി. നാളെ എന്ത് ചെയ്യുക, ഈ 2 മണിക്കൂർ എന്നുള്ളത് 3 മണിക്കൂർ ആക്കുക. പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഒരു വലിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒറ്റയടിക്ക് വലിയ ടാസ്ക് എടുത്ത് നിങ്ങളെ തലയിൽ വെക്കുന്ന സമയത്ത് ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാവുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കുറയും. കോൺഫിഡൻസ് കുറയുമ്പോൾ പഠിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക, കുറച്ച് ചെറിയ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. പിന്നെ ഇവഞ്ച്വലി നിങ്ങൾ ഈ ഒരു സൈക്കിളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ ഒറ്റയടിക്ക് തന്നെ ഇപ്പൊ എന്താ, ഇന്നലെ ഞാൻ കണ്ടു ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് രാത്രി തന്നെ, ഒറ്റയടിക്കൊന്നും ഇതൊന്നും എടുത്ത് നിങ്ങൾക്ക് ഇത്രയും കാലം പഠിക്കാതിരുന്നു ഒറ്റയടിക്ക് പഠിച്ച് പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക, നാളെയൊക്കെ എന്ത് ചെയ്യുക, രാവിലെ ഒരു 1 മണിക്കൂർ മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് കൊടുക്കുക, PYQ കുറച്ച് ചെയ്യുക. ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവരിക. പേപ്പർ 2 എന്ത് ചെയ്യുക, പൊളിറ്റി, ലക്ഷ്മികാന്ത് എടുക്കുക. അല്ല, സിലബസ് ഒക്കെ കോപ്പി പേസ്റ്റ് ആണ് ലക്ഷ്മികാന്ത്. കുറച്ച് കാര്യങ്ങൾ 1-1.5 മണിക്കൂർ റീഡ് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, നേരെ പേപ്പർ 1 വരിക, സിലബസ് ഒക്കെ ഒന്ന് നോക്കുക, മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയെടുത്ത് ഒന്ന് ലെവലായി വന്നതിന് ശേഷം മാത്രം 6-7 മണിക്കൂർ പഠിക്കാതിരിക്കുക. ഒറ്റയടിക്കൊന്നും പറ്റില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നിങ്ങൾ ടൈം ടേബിൾ ഇട്ടു, അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയും നിങ്ങൾ സൈക്കോളജിക്കലി ഡൗൺ ആവും. ഓക്കെ, സോ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ദ സെക്കൻഡ് തിങ്. ഇനി പേപ്പർ 2 നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, എന്ത് ചെയ്യുക, കുറച്ചുകൂടി സ്മാർട്ട് വർക്കോടുകൂടി പഠിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളിപ്പോ മൊഡ്യൂൾ 3 പഠിക്കുകയാണ്. ഓക്കെ, കുറെ പേർക്ക് ഇത് അറിയായിരിക്കും. എന്നിരുന്നാലും മൊഡ്യൂൾ 3 നമുക്കറിയാം 12 മാർക്കാണ് നമ്മുടെ പൊളിറ്റിയിലുള്ളത്.
യെസ് 12 മാർക്കോളം ഉണ്ട്. മൊഡ്യൂൾ 3 ഞാൻ സിലബസ് ഇവിടെ എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരികയാണ്. അപ്പൊ നിങ്ങൾ ലക്ഷ്മികാന്ത് ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മികാന്ത് ആണല്ലോ ഇതിന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. വേറെ സോഴ്സ് ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഡി ഡി ബാസിന്റെ ഒന്നും ആവശ്യമില്ല. ലക്ഷ്മികാന്ത് ഈസ് മോർ ദൻ ഇനഫ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ. ഇത് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? സ്മാർട്ട് വർക്കോടുകൂടി പഠിക്കുക. ഈ പഠിക്കുന്ന, അതായത് ഇനി ഒരു റിവിഷൻ ഒരു ടൈം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, റിവിഷൻ ഒരു ടൈം ഇല്ല. അതെങ്ങനെ പഠിക്കാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രസിഡന്റ് പഠിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക? ഗവർണറെ പഠിക്കുക. പ്രധാനമന്ത്രിയെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും പഠിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? ചീഫ് മിനിസ്റ്ററിനെയും കൗൺസിൽ ഓഫ് മിനിസ്റ്ററിനെയും പഠിക്കുക. പാർലമെന്റ് പഠിക്കുന്ന സമയത്ത്, ലോക്സഭ രാജ്യസഭ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ പഠിക്കുക. കൗൺസിലും അതേപോലെ തന്നെ അസംബ്ലിയും. അപ്പൊ കേന്ദ്രത്തിൽ എന്താണോ ഉള്ളത് അതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് അതേ രീതിയിൽ തന്നെ പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്മികാന്ത് 1 മുതൽ 2, 3, 4 ചാപ്റ്റർ ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ പ്രസിഡന്റ് എത്തി, വൈസ് പ്രസിഡന്റ് പഠിച്ചു, പിന്നീട് ഗവർണർ എത്തുമ്പോഴേക്ക് പ്രസിഡന്റ് മറന്നുപോകും. ഇപ്പൊ എന്താ? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ ഒരുമിച്ച് പഠിക്കുക, ഒരു ഗ്രൂപ്പ് ആക്കി എടുക്കുക. പാർലമെന്റ് പഠിക്കുമ്പോൾ ലോക്സഭ രാജ്യസഭ അതിന്റെ കൂടെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ പഠിക്കുക. പ്രധാനമന്ത്രിയെ പഠിക്കുമ്പോൾ അപ്പം തന്നെ മുഖ്യമന്ത്രിയെ കുറിച്ചും പഠിക്കുക. ജുഡീഷ്യറി പഠിക്കുന്ന സമയത്ത് തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി, സബോർഡിനേറ്റ് കോർട്സ് പഠിക്കുക. പിന്നീടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രിലിംസ് സിലബസിൽ തന്നെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, സിറ്റിസൺഷിപ്പ്, അമെന്റ്മെന്റ്. ഇതൊക്കെ നമ്മൾ പ്രിലിംസിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇത് നമ്മൾ ജസ്റ്റ് റിവിഷൻ ചെയ്യേ വേണ്ടൂ. സോ മൊഡ്യൂൾ 3 ഈസ് കംപ്ലീറ്റഡ്. മൊഡ്യൂൾ 3 ഇത്രയേ ഉള്ളൂ. അല്ല, വലിയ സിലബസ് നമ്മൾ കുറച്ചാക്കി കൊണ്ടുവന്നല്ലോ. അപ്പൊ ഇതേ രീതിയിൽ സ്മാർട്ട് ആയിട്ട് കൂടി പഠിക്കണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. ഇതേപോലെ തന്നെ മൊഡ്യൂൾ 4 എല്ലാം ക്ലിയർ അല്ലേ? ഹാർഡ് വർക്ക് വേണം, അതിന്റെ കൂടെ സ്മാർട്ട് വർക്ക് കൂടി വേണം. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു ടൈം ടേബിൾ എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പേപ്പർ 2ന്റെ കൂടെ തന്നെ പേപ്പർ 1ന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സിലബസ് പേപ്പർ 2 പഠിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ സിലബസ് ഇതേപോലെ ഡീകോഡ് ചെയ്യണമെന്നും പറഞ്ഞു. റൈറ്റ്. ഇനി പേപ്പർ 2 പഠിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ക്രോണോളജി പറഞ്ഞുതരാം ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. ആദ്യം തന്നെ എക്കണോമിക്സിന്റെ പുറകെ ഒന്നും ഓടരുതേ. ഓക്കെ, 2 മാസം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എക്കണോമിക്സിന്റെ പുറകെ ഒന്നും നിങ്ങൾ ഓടാൻ നിൽക്കരുത്. ബിക്കോസ് എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബുക്കോ, നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള പോലെ ഒരു ബുക്കോ റെഫറൻസ് മെറ്റീരിയലോ കാര്യങ്ങളൊന്നുമില്ല. കോച്ചിങ്ങിന്റെ നോട്ട്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും ആദ്യം തന്നെ എക്കണോമിക്സിന്റെ പുറകെ പോകരുത്. ഫസ്റ്റ് പേപ്പർ 2 പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് പോളിറ്റി. ഓക്കെ, ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ? ഓക്കെ, സ്ക്രീൻ ഇപ്പൊ കാണുന്നുണ്ടല്ലോ. റൈറ്റ്. പോളിറ്റി പഠിക്കുക. മൊഡ്യൂൾ 3 ആൻഡ് മൊഡ്യൂൾ 4. യെസ് റിൻസ്മോൻ, റെക്കോർഡഡ് സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഞാനൊന്ന് സിലബസ് ഒന്ന് എടുത്തോട്ടെ. കറക്റ്റ്. ഇതിനായിരിക്കണം ഫസ്റ്റ് ഫോക്കസ് കേട്ടോ. 20 മാർക്സ്. റെഫറൻസ് മെറ്റീരിയൽ ലക്ഷ്മികാന്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞ രീതി പഠിക്കുക. മൊഡ്യൂൾ 3 ഒക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ പഠിക്കുക. സിലബസ് ഒന്ന് എടുത്തോട്ടെ, ജസ്റ്റ് വെയിറ്റ്.
യെസ്, ഫസ്റ്റ് മൊഡ്യൂൾ 3യും മൊഡ്യൂൾ 4ഉം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, മൊഡ്യൂൾ 7 എൻവയോൺമെന്റിലേക്ക് പോകുക. ഓർ യു ഹാവ് ഓപ്ഷൻ മാനേജ്മെന്റിലേക്കോ അഡ്മിനിസ്ട്രേഷനിലേക്കോ. ബട്ട് ഐ പ്രിഫർ എൻവയോൺമെന്റിലേക്ക് പോവാം. കാരണം എൻവയോൺമെന്റ് പഠിക്കുമ്പോൾ കുറച്ചുകൂടിയും ഒരു പീസാണ്, ഒരു സമാധാനമാണ്. ഓക്കെ, എൻവയോൺമെന്റിൽ നിങ്ങൾക്കറിയാം UPSCയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒരുപാടുണ്ട്. അതിൽ ശങ്കർ IASO നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് നോക്കിയെടുത്താൽ മതി. ഓക്കെ, എൻവയോൺമെന്റ് ജസ്റ്റ് അടിച്ചാൽ മതി, ശങ്കർ IAS എന്ന് ഗൂഗിളിൽ അടിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻവയോൺമെന്റ് മെറ്റീരിയൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വിഷൻ IASന്റെ ഒക്കെ ഒരുപാട് മെറ്റീരിയൽസ് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ തന്നെ അവൈലബിൾ ആണ്. എൻവയോൺമെന്റ് പഠിക്കുക, 10 മാർക്ക് അവിടെയാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, ഇത് രണ്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോ എന്താണ് ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ എക്കണോമിക്സ് പഠിക്കാനിരുന്ന്, ഓക്കെ, എക്കണോമിക്സ് പഠിക്കാനിരുന്നിട്ട് ഇത് കംപ്ലീറ്റ് ആവുന്നില്ല, ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ എക്കണോമിക്സ് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും എന്താണ്, 1 മാസം കഴിയും. അപ്പൊ ആ ഒരു എന്താ പറയുക ലാഗ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള നോട്ടുകളും ഓൾറെഡി നമുക്ക് റിസോഴ്സസ് ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഈ പൊളിറ്റിയിൽ മൊഡ്യൂൾ 3യും മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങും. ഇനിയുള്ള ഒരു 20 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം 20 ദിവസം കൊണ്ട് നിങ്ങൾ രണ്ട് മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വരും. യെസ്, ഞാൻ സിലബസ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻവയോൺമെന്റ് ഒക്കെ ഓരോരോ മൊഡ്യൂൾ തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കോൺഫിഡൻസ് കൂടി വരും. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫാസ്റ്റും ആവും. തുടക്കത്തിൽ തന്നെ എക്കണോമിക്സ് വെച്ചിരുന്നാൽ ആ വെച്ചിരിക്കലേ ഉണ്ടാവും 1 മാസം. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുക, മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകുക. അറിയാലോ നിങ്ങൾക്ക്, ഇഗ്നോയുടെ നോട്ട്സും PDF കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതേ രീതിയിൽ സിലബസ് ബേസ് ചെയ്തിട്ട് സെലക്റ്റീവ് ആയിട്ട് എടുത്ത് പഠിക്കുക. ദെൻ 4ാമത്തത് ഗവേണൻസ്. ഓക്കെ, മിനിമം 1 മാസം കൊണ്ട് നിങ്ങൾ ഇത് കവർ ചെയ്യണം. മിനിമം 1 മാസം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ 4-5 മൊഡ്യൂളുകൾ നിങ്ങൾ കവർ ചെയ്യണം. ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബിലീവ് മീ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. ഗവേണൻസ് ചെറിയൊരു പോർഷനാണ്, നമുക്ക് വേഗം കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് ശേഷം എന്ത് ചെയ്യുക, 5th സ്റ്റേജിൽ എക്കണോമിക്സിന് കൊടുക്കുക. റൈറ്റ്, എക്കണോമിക്സിന് കൊടുക്കുക. യു ഹാവ് ടു സ്പെൻഡ് മോർ ടൈം. ഒരു 15 ഡേയ്സ് ഒക്കെ എക്കണോമിക്സിന് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല, 30 മാർക്ക് നമുക്ക് മൊഡ്യൂൾ 5നും 6നും കിട്ടാനുണ്ട് എക്കണോമിക്സ്. ഓക്കെ, സോ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കി അല്ലെ 1 മാസം അല്ലെങ്കിൽ ഒരു 15 ഡേയ്സ് ഒക്കെ നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവും. അപ്പോഴേക്കും ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ റിലീസ് ആവും ചെയ്യും. ദെൻ ബാക്കിയുള്ള ഡേയ്സ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കി എടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് സിലബസ് കംപ്ലീഷൻ അല്ല. നിങ്ങളുടെ എയിം എന്ന് പറഞ്ഞാല് 100ൽ മാക്സിമം മാർക്ക് അടിച്ചെടുക്കലാണ്. ഓക്കെ, സിലബസ് കംപ്ലീറ്റ് ചെയ്താലൊന്നും നമ്മൾ ലിസ്റ്റിൽ വരില്ല. പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റും ചെയ്യണം. അതിന്റെ കൂടെ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ടെസ്റ്റ് സീരീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും MCQ ഇതോ അങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക പഠിച്ചു പോകുന്ന സമയത്ത് തന്നെ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ പഠിച്ച് പോയിക്കോളും. റൈറ്റ്, സോ പേപ്പർ 2 പഠിക്കേണ്ട ഒരു സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എക്കണോമിക്സ് എടുത്ത് ആദ്യം വെക്കരുത്, എക്കണോമിക്സ് അവസാനം വെക്കരുത്. ഇത്രയേ ഉള്ളൂ. എക്കണോമിക്സ് ആദ്യം കൊണ്ടുപോയി വെക്കരുത്. ആദ്യം കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന വലിയ ബ്ലണ്ടർ ആയിരിക്കും. നിങ്ങൾ ഒരുപാട് ടൈം പോവും. ഒരുപാട് ടൈം പോയി കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റ് അടിക്കും. ബാക്കിയുള്ള മൊഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. സോ എക്കണോമിക്സ് ആദ്യവും എടുക്കരുത്, അതേപോലെ തന്നെ അവസാനത്തേക്കും വെക്കരുത്. അതിന്റെ ഒരു മിഡിൽ പാത്തിലേക്ക് ഇത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പൊളിറ്റി വെച്ചിട്ട് തന്നെയാണ്. ബിലീവ് മീ 10-12 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മൊഡ്യൂൾ 3-4 പഠിച്ചെടുക്കാൻ പറ്റും, ഞാൻ പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പ്രസിഡന്റിൽ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ഗവർണറിലും പഠിക്കും. സിമിലർ, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പാർലമെന്റിലെ ലോക്സഭയും രാജ്യസഭയും പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിലെ അസംബ്ലിയും കൗൺസിലും നിങ്ങൾക്ക് പഠിക്കാം. കുറെ കാര്യങ്ങൾ സിമിലർ ആണ്, സെയിം ആണ്. പ്രധാനമന്ത്രി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ
ആർട്ടിക്കിൾ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ ഇതേ രീതിയിൽ അപ്രോച്ച് ചെയ്ത് പഠിക്കുക. റൈറ്റ്. അതേപോലെ തന്നെ പേപ്പർ 1 ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത്. പേപ്പർ 1ലും ഇതേപോലുള്ള മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, മാക്സിമം മിസ്റ്റേക്ക് ഒഴിവാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സയൻസിന്റെ പുറകെ ഓടരുത്, ആദ്യം തന്നെ സയൻസിന്റെ പുറകെ ഓടരുത്. എസ്പെഷ്യലി ഫിസിക്സിൻ്റെതും കെമിസ്ട്രിയുടെയും പുറകെ ഓടരുത്. ആദ്യം ഓടേണ്ടത്, ഒരുപാട് സബ്ജക്റ്റുകൾ വേറെ ഉണ്ട്. ഓക്കെ, ആദ്യം ഓടേണ്ടത് എക്കണോമിക്സ്. നിങ്ങൾ നോക്കിയ സിലബസ് നോക്കിയേ, പ്രിലിംസിന്റെ സിലബസുമായിട്ട് ഒരുപാട് സിമിലർ ആണ് എക്കണോമിക്സിന്റെ സിലബസ്. ചെറിയ സിലബസ് ആണ്. നോക്കൂ, പേപ്പർ 1 സിലബസ് നിങ്ങൾ എടുത്തു നോക്കൂ. ഫസ്റ്റ് നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുക, സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഹിസ്റ്ററിയിലേക്ക് പോവുക. ഹിസ്റ്ററി വലിയൊരു സബ്ജക്റ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും PSCയുടെ ഒരു ഇത് വെച്ചിട്ട്, അല്ലെ? നമുക്കറിയാം ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് ഹിസ്റ്ററിയിൽ. ട്രാവൻകോർ റൂളേഴ്സ്, പോർച്ചുഗീസ് ഇൻവെന്റ് അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇൻവെന്റ്, വേൾഡ് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, അല്ലെ? അപ്പൊ ഹിസ്റ്ററി. അതിനുശേഷം എന്ത് ചെയ്യുക, ജോഗ്രഫിയിലേക്ക് പോവുക. ജോഗ്രഫി കുറച്ച് ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആണ്. PSC വെരി അൺകൺവെൻഷണൽ ആയിട്ടാണ് അവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. എന്നാലും ജോഗ്രഫി പഠിക്കുക. ലൈഫ് സയൻസ്, അതായത് സബ്ജക്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ, സബ്ജക്റ്റ് പ്രയോറിറ്റൈസ് ചെയ്ത് സിമ്പിൾ സബ്ജക്റ്റുകൾ, ഇത്രയേ ഉള്ളൂ, ഒറ്റ തിയറിയേ ഉള്ളൂ. എന്ത്, 2 പേജ് പഠിച്ചാൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടുമെങ്കിൽ ഈ 2 പേജ് പഠിക്കുക. 3 പേജ് പഠിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടുമെങ്കിൽ ആദ്യം 2 പേജ് പഠിച്ച് 10 മാർക്ക് വാങ്ങിക്കുക, അതിനുശേഷം 3 പേജ് പഠിച്ച് 5 മാർക്ക് വാങ്ങിക്കുക. ഇത്രയേ ഉള്ളൂ ഈ ഒരു തിയറി, ഇത്രയേ സിമ്പിൾ തിയറി. ഇതിന്റെ കൂടെ തന്നെ ഡെയിലി മലയാളം, ഇംഗ്ലീഷ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഫോളോ ചെയ്യുക. ഇത് ഫോളോ ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ക്ലിയർ ചെയ്യാൻ പ്രിലിംസ്. പിന്നീട് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, കമ്പ്യൂട്ടർ ആണെങ്കിലും കമ്പ്യൂട്ടർ ആൻഡ് സ്പോർട്സ് എക്സെട്ര എക്സെട്ര അങ്ങനെ വരുന്നുണ്ടല്ലോ. ഇതിന് ശേഷം മാത്രം സയൻസിന്റെ പുറകെ ഓടുക. കെമിസ്ട്രിയുടെ പുറകെ ഫസ്റ്റ് ഓടുക, എന്നിട്ട് ഫിസിക്സിന്റെ പുറകെ ഓടുക. 14 മാർക്ക് മാത്രമേ ഇവിടുന്നുള്ളൂ. 14 മാർക്ക്. ഓക്കെ, ബാക്കി മെജോറിറ്റി അവിടെ ഉണ്ട്. അപ്പൊ അത് മറക്കാൻ പാടില്ല. രാവിലെ മുതൽ രാത്രി വരെ ഇതിന്റെ പുറകെ ഓടണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫിസിക്സിന്റെ ഒക്കെ നിങ്ങൾ സിലബസ് നോക്കിയേ, ഒരു പേജ് എങ്ങാനും ഉണ്ട്, അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യുക, അതിനനുസരിച്ച് മാത്രം പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻസ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും PSC ചോദിക്കുക. +1 +2 NCERT ലെവൽ ചോദ്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുക. കാൽക്കുലേഷൻ ചോദ്യങ്ങളും അതേപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഓക്കെ, അത് പഠിക്കേണ്ടെന്നല്ല, പക്ഷെ ഇത്രയും പഠിച്ചതിന് ശേഷം മാത്രം, ബാക്കി 80 മാർക്കിന്റെ പഠിച്ചതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക. സോ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവണം. പേപ്പർ 1 ഇതൊക്കെ ആദ്യം പഠിക്കണം, അതിനുശേഷം മാത്രം ഇതിന്റെ പുറകെ ഓടുക. പേപ്പർ 2 ആദ്യം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത്. സോ ഇന്നത്തെ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന് തന്നെ ഇപ്പം തന്നെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊന്നും ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യരുത്, പിന്നെയും ഡെസ്പ് ആവും. അപ്പോൾ കുറച്ച് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് കുറച്ച് രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ, സോ ഓവറോൾ ഞാനൊരു ബ്രോഡ് ഐഡിയ തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോയിൽ തന്നെ പറയാൻ ബുദ്ധിമുട്ടാണ്. സോ ഇനി നിങ്ങളുടെ സജഷനും കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി എന്താണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ടൈം ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട്
അല്ലെങ്കിൽ ഡെയിലി ടാർഗറ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. പേഴ്സണലി എനിക്ക് അയച്ചു തരാം. ആ ടെക്നിക്ക് യൂസ് ചെയ്യാലോ നിങ്ങൾക്ക്. നിങ്ങളിപ്പോ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, രാവിലെ 7 മണിക്ക് എഴുന്നേച്ച് അല്ലെ രാത്രി തന്നെ ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഓക്കെ, നാളെ പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് രാത്രി തന്നെ സെറ്റ് ചെയ്യണം, അതാണ് വേണ്ടത്. എന്നിരുന്നാലും രാവിലെ 7 മണിയാകുമ്പോഴേക്ക് എനിക്ക് മെസ്സേജ് അയച്ചോ നിങ്ങളുടെ ഡെയിലി ടാർഗറ്റ്. ഞാൻ ഇന്ന് ഇത് പഠിക്കും. സ്ലോട്ട് 1 ഞാൻ മലയാളം ഇംഗ്ലീഷ് 2024 PYQ പഠിക്കും. സ്ലോട്ട് 2 ഞാൻ പേപ്പർ 2 കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ, ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP അത് ഇത് പഠിക്കും. സ്ലോട്ട് 3 ഞാൻ എന്ത് ചെയ്യും, പേപ്പർ 1 എക്കണോമിക്സിൽ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഇന്ന കാര്യങ്ങൾ പഠിക്കും. ഇങ്ങനെ അയച്ചോ. എന്നിട്ട് എന്ത് ചെയ്യുക, രാത്രി 10 മണിയാവുന്നതിന് മുമ്പ്, നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇത് ടാർഗറ്റ് മീറ്റ് ചെയ്തോ, ടാർഗറ്റ് സെറ്റ് ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ കൂടി എനിക്ക് അയക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും അല്ലെ. അതായത് ജസ്റ്റ് ടിക്ക് ഇടുക അല്ലെ, ആ പേജിൽ തന്നെ ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി, ശരി. രണ്ടാമത്തെ സ്ലോട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ഫില്ലാക്കി. മൂന്നാമത്തെ സ്ലോട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു. ഇതെല്ലാം ഞാൻ 100% പ്രിപ്പയർ ചെയ്തു. എനിക്ക് അയക്കാം നിങ്ങളുടെ ടാർഗറ്റ് മീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ ഡെയിലി ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യൂല. സിമ്പിൾ. ഇനി ഡെയിലി ടാർഗറ്റുകൾ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും, നിങ്ങൾ പഠിക്കാൻ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആവും, പഠിക്കും. അപ്പൊ ഈ രീതി നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. എനിക്ക് പേഴ്സണലി അയക്കാം. എന്റെ ഐഡിയ അറിയാലോ, UPSC KS 2024-1. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. റൈറ്റ്, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. റൈറ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. 3 minutes. സോ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത് പറഞ്ഞു. പേപ്പർ 2 പേപ്പർ 1 എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും പറഞ്ഞു. MCQ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ ടോപ്പിക് വൈസ് ആണോ? നിങ്ങൾ ഏതാണോ പഠിക്കുന്നത് അതിനനുസരിച്ച് MCQ അറ്റൻഡ് ചെയ്യുക. ടോപ്പിക് വൈസ് ആയിട്ടാണോ അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടാണോ, അതൊന്നും പ്രശ്നമില്ല. ഒരു 10 MCQs ഒക്കെ ഡെയിലി അങ്ങോട്ട് ചെയ്യുക. പഠിച്ചത് കറക്റ്റ് ആണോ നോക്കുക. ഈ ചെയ്യുന്ന MCQs എന്താണല്ലേ, നമ്മൾ പഠിച്ചൊരു കാര്യം ഓക്കെ ആണോ, പഠിച്ചൊരു കാര്യം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അതിനാണ് ഈ MCQസും ടെസ്റ്റ് സീരീസും. ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ തെറ്റിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പഠിത്തം എവിടെയോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. SA മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ടെസ്റ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. 250 rupees ആണ് അതിന്റെ ഫീ വരുന്നത്. ഓക്കെ, PDF ഫോർമാറ്റിലാണ് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും എല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ @UPSC KS 2024-1. പേപ്പർ 2 ടെസ്റ്റ് സീരീസ് ലോഞ്ച് ആവും. ഓക്കെ, ഒരാഴ്ചക്കുള്ളിൽ ലോഞ്ച് ആവും. മലയാളം ഇംഗ്ലീഷ് SCRT ഇമ്പോർട്ടന്റ് ആണോ, വെക്കാബുലറി? ഇമ്പോർട്ടന്റ് ആണ്. വെക്കാബുലറി ശരിയാണ്, ഇമ്പോർട്ടന്റ് ആണ്. വെക്കാബുലറി ഒക്കെ PYQ തന്നെ നോക്കിയാൽ പോരെ. PSC എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ SCRT ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇംഗ്ലീഷിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ PYQ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കലാണ്. നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത് പറഞ്ഞു, എങ്ങനെ സ്ലോട്ടുകളായി തിരിക്കേണ്ടതെന്ന് പറഞ്ഞു, പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞു, സ്മാർട്ട് വർക്ക് പറഞ്ഞു. യെസ്, പറഞ്ഞല്ലോ. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് 3ാം ടൈപ്പ് അല്ലേ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ കാൻഡിഡേറ്റ്സിനെ നമ്മൾ 3 രീതിയിൽ ഡിവൈഡ് ചെയ്യും. അതിൽ 2ാമത്തതും 3ാമത്തിലും ഗ്രൂപ്പിൽ പെട്ടവർക്കാണ്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി വെച്ച് തന്നെ പഠിക്കുക. ഒരു രീതിയിലും മാറ്റങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഒരു രീതിയിലും മാറ്റങ്ങളൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, മലയാളം ഇംഗ്ലീഷ് മാത്സ് ഡെയിലി ചെയ്യണം. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങളും ഇതേ രീതിയിൽ തന്നെ സ്ലോട്ട് 3യോ സ്ലോട്ട് 4ഓ അല്ലെങ്കിൽ എന്താ ഈ സ്ലോട്ട് 3 മാത്രം ആക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലോട്ട് 4ഓ ആക്കാം. വേണമെങ്കിൽ PYQ
PYQ മാത്രമായിട്ട് 1 മണിക്കൂർ എക്സ്ട്രാ കൊടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞു തരുന്നു, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ജിയോഗ്രഫിയിൽ ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറഞ്ഞു തരുമോ? ജിയോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര അൺകൺവെൻഷണൽ ആയിട്ടാണ് PSC ചോദിക്കുക. നോക്കിയാൽ മതി മെയിൻസ് ഒക്കെ, കഴിഞ്ഞ മെയിൻസിന്റെ ജിയോഗ്രഫി ക്വസ്റ്റ്യൻസ്. എന്നിരുന്നാലും ചില ഏരിയാസ് നമുക്ക് പറയാൻ പറ്റും, എസ്പെഷ്യലി ഇപ്പൊ റോക്സ് ആൻഡ് മിനറൽസ്, ഇവിടെ നിന്നൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ കാണാറുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ഏരിയ ഞാൻ പറഞ്ഞുതരാം. ഇമ്പോർട്ടന്റ് ഏരിയ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ഏരിയ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാവോ? ഒരു കഴിഞ്ഞ 3 വർഷത്തെ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ, ഓക്കെ മെയിൻസിന്റെ ആണ് എടുക്കേണ്ടത്. മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ജിയോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക, ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ്, അപ്പം തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇവിടുന്നാണ് PSC കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ചെയ്യാം, ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഡിഗ്രി മെയിൻസ് ആണ് നോക്കേണ്ടത്. പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രിലിംസ് നോക്കുക. സയൻസ്, IT, ലോ, റാങ്ക് ഫയൽ, ഫാക്ട് മതിയല്ലോ? പോരാ, ജോഹ പോരാ, റാങ്ക് ഫയൽ ഫാക്ട് കൊണ്ട് മതിയാവൂല. എസ്പെഷ്യലി സയൻസ്, റാങ്ക് ഫയൽ ഫാക്ട് നോട്ട് ഇനഫ്. ഞാൻ പറഞ്ഞല്ലോ, +1 +2 NCERT ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഉറപ്പിച്ചോ. കാര്യം ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത് കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു നോക്കിയേ. സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും കേരള ബാങ്ക് മുതൽ തുടങ്ങിയിട്ടുണ്ട്. NCERTയുടെ ഒരു ഡോമിനൻസ് സയൻസിൽ മാത്രമാണ്. യെസ്, അതാ NCERT ബേസ് ചെയ്തിട്ടാണ് നോക്കേണ്ടത്. പക്ഷെ അതിന് ഒരുപാട് ടൈം കൊടുക്കരുത്. അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. NCERT പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി. ബാക്കി പറഞ്ഞ പോലെ ITയും കാര്യങ്ങളൊക്കെ റാങ്ക് ഫയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. റാങ്ക് ഫയൽ യൂസ് ചെയ്യുമ്പോൾ റാങ്ക് ഫയൽ യൂസ് ചെയ്യണമെന്നൊന്നും ആരും പറയുന്നില്ല. റാങ്ക് ഫയൽ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ റാങ്ക് ഫയലുകളെ ഒരു സബ്സിഡറി അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സ് ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുമ്പോൾ റിവിഷന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യാം. അല്ലാതെ റാങ്ക് ഫയലുകളെ നിങ്ങൾ പ്രൈമറി സോഴ്സ് ആക്കി വെച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. പൊളിറ്റി ഒക്കെ നിങ്ങൾ റാങ്ക് ഫയൽ വെച്ച് നിങ്ങൾക്ക് പഠിക്കാം, പക്ഷേ ലക്ഷ്മികാന്ത് വെച്ച് പഠിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. റാങ്ക് ഫയലിലെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ലക്ഷ്മികാന്ത് വെച്ചിട്ട് തന്നെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക ഓരോ സെക്ഷനിലും. കറണ്ട് അഫയേഴ്സ് ഇല്ല, ശരി, കറണ്ട് അഫയേഴ്സ് ഇല്ല. കറണ്ട് അഫയേഴ്സിന്റെ പുറകെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ടോപ്പിക്കുകളുടെ പോകുന്നത് നന്നായിരിക്കും. അതായത് എക്കണോമിക്സ്, എക്സാമ്പിൾ എക്കണോമിക്സിന്റെ ചില ടോപ്പിക്കുകൾ എന്താണ് ഈ പറഞ്ഞ പോലെ ചോദിക്കാം. കഴിഞ്ഞ മെയിൻസിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ഈ ബഡ്ജറ്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഈ ഡാറ്റാസ് ചോദിക്കാം. ഫാക്ട് അല്ല, ഡാറ്റാസ് ചോദിക്കാം. 2.5%, 3%, അതിന്റെ ഒക്കെ കറണ്ട് അഫയേഴ്സ് നോക്കണം. അല്ലാതെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ കറണ്ട് അഫയേഴ്സിന് പുറകെ പോകണ്ട. ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടത് ഒന്ന്. എക്കണോമിക്സിന്റെ കറണ്ട് അഫയേഴ്സ് നോക്കുക, നമ്മുടെ മന്ത്ലി മാഗസീനിലുണ്ട്. രണ്ടാമത്തെ എന്താണ്, നോബൽ പ്രൈസസ്. PSCയുടെ നോബൽ പ്രൈസ് ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതൊക്കെ SI, സബ് ഇൻസ്പെക്ടറിനും മെയിൻസിനും നോക്കുന്നവർ നോക്കിയാൽ മതി. കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി പറയുന്നില്ല. ISRO മിഷൻസ് ഒക്കെ നോക്കുന്ന സബ് ഇൻസ്പെക്ടറിന് നോക്കുന്നവരാണെങ്കിൽ ISRO മിഷൻസ്, മിസൈൽസ്, നോബൽ പ്രൈസസ് അതൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? സോ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, വേണമെങ്കിൽ എനിക്ക് അയച്ചു തരിക. ഓക്കെ, ഇത് ഓക്കെ ആണോ? നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഇങ്ങനെ പഠിച്ചാൽ മതിയോ? ഭരണഘടന പഠിക്കുമ്പോൾ ഇങ്ങനെ മതിയോ? ഇത്ര മതിയോ? ചോദിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ കിട്ടണമെന്നില്ല, പക്ഷെ ഞാൻ കണ്ടാൽ റിപ്ലൈ ചെയ്യും. ഓക്കെ, റിപ്ലൈ എന്തായാലും കിട്ടും. നിങ്ങളുടെ ഡെയിലി ടാർഗറ്റുകൾ എനിക്ക് അയക്കാം.
അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് രാത്രി അയക്കാം. സോ യു ക്യാൻ യൂസ് ദിസ് അല്ലെ. ഒരാൾ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാണുന്ന സമയത്ത് യു വിൽ ബി കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയിട്ട് അങ്ങനെ ഇരുന്ന് പഠിച്ചോളൂ. റൈറ്റ്. ലോ എങ്ങനെ പഠിക്കണം? ഇമ്പോർട്ടൻസ് ആക്ട് ആണോ? ഇമ്പോർട്ടന്റ് ആക്ട് ആണോ ഉദ്ദേശിക്കുന്നത്? സോ നമുക്ക് ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്തൂടെ? റൈറ്റ്. സോ എന്ത് ചെയ്യാ, ഇനിയും നമുക്ക് ഒരുപാട് സമയമുണ്ട്. ഇനിയും നിങ്ങൾക്ക് 2 മാസമുണ്ട്. ഈ 2 മാസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരിക 3 വർഷത്തിന് ശേഷമാണ്. അല്ലെങ്കിൽ ഇനി നമുക്ക് അടുത്തൊരു സബ് ഇൻസ്പെക്ടർ വരിക. അടുത്ത സബ് ഇൻസ്പെക്ടർ ഒക്കെ വരുമ്പോൾ അറിയാലോ, വേക്കൻസി ഒക്കെ കുറഞ്ഞു വരികയാണ്. 300, 500 ഉണ്ടായ വേക്കൻസി 200 ആയി, 200 ഉണ്ടായ വേക്കൻസി 150 ആയി, 150 ആയിട്ടുള്ള വേക്കൻസി 100 ആവും. അതുകൊണ്ട് ഓരോ വർഷം കഴിയുന്തോറും കോമ്പറ്റീഷൻ ഈസ് ബിക്കമിങ് ഡിഫിക്കൽട്ട്. അതിനനുസരിച്ച് നമ്മളും എത്രയും പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് കയറണം. ആക്ട് ബേർ ആക്ട് വെച്ച് പഠിക്കേണ്ടി വരും. ആക്ട് ഒന്ന് സ്പെഷ്യലി പേപ്പർ 2 സിലബസിലുണ്ടോ? ഓക്കെ, അപ്പൊ അത് അടുത്ത 3 വർഷം കഴിഞ്ഞാലേ നമുക്ക് ഇനി ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ടാവും. അതാലോചിക്കുക. ഓക്കെ, അതാലോചിക്കുക. വൺ ഓഫ് ദ ബെസ്റ്റ് ജോലിയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നിങ്ങൾ കയറിയാല് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ബഡ്ജറ്റിന്റെ സമയത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഫാമിലി ലൈഫ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഈ കാര്യം ആലോചിക്കുക. നാളെ മുതൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നാളെ മുതലല്ല, സ്റ്റാർട്ട് ഫ്രം നൗ. ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇന്നലെ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കുറെ കാര്യങ്ങൾ അവിടെ പോകുന്നുണ്ടാവും, കുറെ കാര്യങ്ങൾ ഇവിടെ പോകുന്നുണ്ടാവും, യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ടാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ വീഡിയോ കാണുക, ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. എസ്ഐക്ക് സ്പെക്ടക്കിൾസ് പറ്റുമോ ജോഹ? എസ്ഐക്ക് സ്പെക്ടക്കിൾസ് പറ്റില്ല. വിഷൻ പ്രോപ്പർ ആയിരിക്കണം. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ലേസിക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒക്കെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഫോഴ്സിൽ കയറിയിട്ടുണ്ട്. കണ്ണിന് ഐ വിഷനിൽ പ്രശ്നമുള്ളവർ എന്താണ് അത് കറക്റ്റ് ചെയ്തിട്ട് കയറിയാലൊന്നും ഒരു പ്രശ്നവും. ഓക്കെ, ഫോഴ്സിൽ ഒരുപാട് പേര് കണ്ണിട്ടവര് കയറിയിട്ടുണ്ട് ലേസിക് ചെയ്തിട്ട്. റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ ഇന്നത്ര മതി. ഞാൻ ഇതിന്റെ റെക്കോർഡിങ്സ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്.